Hello friends, hi, welcome to my channel. Let us start our physics class, right? In the last class, we already discussed the chapter, 8th chapter, that is the first physics chapter, measurements and units. Okay, you remember all the keywords and all? Okay, let me check. We studied about measurement, right? Okay, just think about measurement. What is measurement? And then what is unit? Then what are the different measuring scales? In olden times we have different measuring scales, and in the modern time also we already discussed about that. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മുന്നേയുള്ള ക്ലാസ്സുകൾ കാണുക. ഇതുവരെ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ബേസിക്കാണ്, ഞാൻ ഇതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ദിസ് ഈസ് ദ എക്സാക്ട് ബേസിസ് ഓഫ് യുവർ ഫിസിക്സ്. സോ മുന്നേയുള്ള ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞ് നിങ്ങൾ തുടർന്നുള്ള ക്ലാസ്സുകൾ കാണുക. അതിനുവേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. Then we studied about SI unit of length. What is the SI unit of length? Yes, meter, right. Then some key concepts we already studied. Can you remind that? Milli. What is milli? 1 by 1000. That is 10 raised to minus 3. Let me say first and you please join with me. Okay. Centi, 10 raised to minus 2. Milli, 10 raised to minus 3. Micro, 10 raised to minus 6. Then nano, 10 raised to minus 9. Then kilo, 10 cube. Mega, 10 raised to 6. Okay. All are very good. Then we end the last class with a question that what is the need of smaller and bigger units, right? In order to ensure its need, some of the experiments are there in your textbooks. വെരി സോറി, നമുക്ക് ഈ ക്ലാസ്സിൻ്റെ ഇടയിൽ നമുക്ക് എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാൻ പറ്റാത്തത് എല്ലാം കൂടി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള വർക്കുകൾ നമുക്ക് കൂടുതലായിട്ട് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, സമയത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ്. സോ യു ഷുഡ് റീഡ് യുവർ ടെക്സ്റ്റ് ബുക്സ്, ദെൻ യു ഷുഡ് ട്രൈ ടു ഡു ദാറ്റ് വർക്ക്സ്. ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് നിങ്ങൾക്ക് പറയുന്നുണ്ട്, അതെല്ലാം ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഓക്കെ, ദെൻ യു വിൽ റീച്ച് ദ കൺസെപ്റ്റ്സ് ദാറ്റ് the need of smaller and bigger units. We can find the thickness of a paper. In order to find thickness of a paper, ഏത് ടൈപ്പുള്ള ഒരു യൂണിറ്റാണ് നമുക്ക് വേണ്ടത്? ശരിയാണ്, വളരെ സ്മോളായ ഒരു യൂണിറ്റ് ആയിരിക്കും അല്ലേ. അല്ലാണ്ട് ഒരു പേപ്പറിൻ്റെ തിക്നെസ് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു മീറ്റർ സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി വെരി ബുദ്ധിമുട്ടായിരിക്കും. സോ എങ്ങനെയാണ് അപ്പോൾ നമ്മൾ പേപ്പറിൻ്റെ തിക്നെസ് കാണുക? ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ തിക്നെസ് ഓഫ് എ പേപ്പർ, ഓക്കെ, വൺ പേപ്പറിൻ്റെ തിക്നെസ് കാണുന്നതിന് വേണ്ടി നമ്മൾ ബണ്ടിൽ ഓഫ് പേപ്പേഴ്സ് ഓരോ 100 പേപ്പേഴ്സ് ഓരോ കൃത്യമായിട്ടുള്ള ഒരു നമ്പർ പേപ്പേഴ്സ് എടുത്തിട്ട് നമ്മുടെ സ്മോൾ സ്കെയിലിൻ്റെ അടുത്ത് നമ്മുടെ നമ്മൾ യൂസ് ചെയ്യുന്ന റോളറിൻ്റെ അടുത്ത് നമ്മൾ വയ്ക്കുക, അല്ലെങ്കിൽ മീറ്റർ സ്കെയിലിൽ ഒരു ചെറിയ സൈഡിൽ വയ്ക്കുക. ആ 100 നമ്പർ ഓഫ് പേപ്പേഴ്സിൻ്റെ തിക്നെസ് നമ്മൾ കാണും. Then, if we have the thickness of the 100 number of papers, we can easily find one from it, right? Okay, clear ആണല്ലോ. 100 numbers of പേപ്പറിൻ്റെ തിക്നെസ് നമുക്കറിയാണെങ്കിൽ ഒരു പേപ്പറിൻ്റെ തിക്നെസ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? 100 number of പേപ്പറിൻ്റെ തിക്നെസ് ഡിവൈഡഡ് ബൈ ദി നമ്പർ എത്രയാണ്? 100. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഈ ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾ ടെക്സ്റ്റിലുണ്ട്, ജസ്റ്റ് ട്രൈ. ആൻഡ് നിങ്ങളുടെ സയൻസ് ഡയറിക്കകത്ത് നിങ്ങളുടെ നോട്ട് ബുക്ക്, നിങ്ങളുടെ സയൻസ് ഡയറിയുടെ തിക്നെസ് കാണുക, എന്നിട്ട് അതിനകത്തുള്ള 1 പേപ്പറിൻ്റെ തിക്നെസ് കണ്ടിട്ട് അത് എഴുതുക. റെഡിയാണല്ലോ? ഓക്കെ, ദെൻ ടേക്ക് എ വയർ, ടേക്ക് എ സ്മോൾ thick wire. Okay, take a wire. How to measure the thickness of wire? How to measure the thickness of wire? Now, to find the thickness of a wire, you just take the wire and roll it on a pencil. Okay, roll it on a pencil and make a correct number of in order to the easiness of the calculation. Okay,
we take a particular number in order to find the calculation, in order to for the easiness of calculation. നമ്മൾ ഒരു 10 numbers 20 numbers ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാൽക്കുലേഷന് വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് അങ്ങനെ കൃത്യമായ ഒരു എമൗണ്ട്, ഒരു 10 numbers ഓഫ് വൗണ്ട് നിങ്ങളുടെ പെൻസിലിന് റൗണ്ട് ചെയ്യാം. ദെൻ ആ 10 numbers റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത്ത് മെഷർ ചെയ്യാം. റെഡിയാണല്ലോ? അപ്പോൾ ഈ വയറിൻ്റെ 10 number ഓഫ് റിങ്സ് റൗണ്ട് ചെയ്യാനെടുക്കുന്ന ആ ഡിസ്റ്റൻസ് നമ്മുടെ സ്കെയിലിനകത്ത് മെഷർ ചെയ്യുക. അത് എത്രയായിരിക്കും? ഓക്കെ, വാട്ട് ആർ മേ ബി എക്സ് ക്വാണ്ടിറ്റിയാണ്. എക്സ് ഈക്വൽ ടു എക്സ്, ദാറ്റ് ഈസ് ദ തിക്നെസ് ഓഫ് ദി 10 wounds. 10 roundsൻ്റെ തിക്നെസ് മീൻസ് ഗിവൺ. 10 woundsൻ്റെ തിക്നെസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നിൻ്റെ കാണാൻ എന്ത് ചെയ്താൽ മതി? ആ തിക്നെസ് ഡിവൈഡഡ് ബൈ 10. റെഡിയാണല്ലോ? ഓക്കെ. ദെൻ നെക്സ്റ്റ്, നിങ്ങളുടെ പേപ്പറിനകത്ത് നിങ്ങളൊരു കേർവ്ഡ് ലൈൻ വരയ്ക്കുക. ഹൗ ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ കേർവ്ഡ് ലൈൻ? അത് നിങ്ങൾ എന്തെന്ന് ചെയ്യുകയെന്ന് വെച്ചാൽ, നിങ്ങളുടെ സയൻസ് ഡയറിക്കകത്തൊരു കേർവ്ഡ് ലൈൻ വരച്ചിട്ട് യു ജസ്റ്റ് പ്ലേസ് എ സ്ട്രിങ് ഓൺ ദാറ്റ് കേർവ്ഡ് ലൈൻ. ഒരു സ്ട്രിങ് എടുത്തിട്ട് നിങ്ങളുടെ ആ കേർവ്ഡ് ലൈനിൻ്റെ നേരെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ട്രൈ ടു പ്ലേസ് ദർ. ഓക്കെ. ദെൻ ആസ് ബൈ കേർവിങ്, ഒരു സ്ട്രിങ് ആവുന്ന സമയത്ത് യു ക്യാൻ കേർവ് ആൻഡ് ഓൾ വാട്ട് മേ ബി. ഇറ്റ് ക്യാൻ ബി സ്ട്രെയിറ്റ്, അത് നമുക്ക് നേരെയാക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് കേർവ്ഡ് ലൈൻ ആക്കാം. ഇങ്ങനെ കേർവ്ഡ് ലൈനിൽ കറക്റ്റായിട്ട് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ദെൻ ആഫ്റ്റർ യു ജസ്റ്റ് ടേക്ക് ദ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആൻഡ് എൻഡ് പോയിൻറ്റ്, ദെൻ മെഷർ വിത്ത് using a scale. Okay, then you can find the measurement of a curved line. Ready? Then the fourth experiments in your textbooks, that is not to find the diameter of a ball. Okay, the diameter of a ball. Not to find the diameter of a ball, they do you just make 2 stands. Okay, you just place 2 stands either side of the ball, or place the ball between the 2 stands. Okay, then measure the gap between the 2 stands. This is the diameter of the ball. Are you ready? Okay, just I will remind you. ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, നമ്മൾ തിക്നെസ് ഓഫ് പേപ്പർ, അതുപോലെ തന്നെ ഒരു വയറിൻ്റെ തിക്നെസ്, ഒരു സ്മോൾ കേർവ്ഡ് ലൈനിൻ്റെ ലെങ്ത്ത്, അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നമുക്ക് പിടിക്കാവുന്ന ഒരു ബോളിൻ്റെ ഡയമീറ്റർ, ഇതെല്ലാം മെഷർ ചെയ്യുന്നത് അല്ലേ. ഇതൊക്കെ മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്ത് മതി? സ്മോൾ യൂണിറ്റ്സ് മതി. റെഡിയാണല്ലോ? ഓക്കെ. ദെൻ ഡോണ്ട് ഫോർഗെറ്റ്, യു ജസ്റ്റ് ട്രൈ ടു ഡു ദിസ് ആൻഡ് നോട്ട് ദ നെസസറി ചേഞ്ചസ് ആൻഡ് നെസസറി calculations in your science diary, and please add that into your comment box also. Okay, our comment box also. Then smaller units, we all measure these types in centimeter and millimeter and micrometer and nanometer. When I read this centimeter, millimeter, micrometer, nanometer, you know the half portion, right? How much? Centi, milli, micro, nano. What is centi? 10 raised to minus 2. Milli, 10 raised to minus 3. Micro, 10 raised to minus 6. Nano, 10 raised to minus 9. So it is very easy for you. That's when centimeter becomes, you can connect centi. You not to behalf of centi, you just write 10 raised to minus 2. 10 raised to minus 2 meter. So in order to convert a centimeter into meter, it's very easy. 1 centimeter. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമുക്കിതിൽ വരുന്നതാണ് സാധാരണ കൺവേർഷൻ. സെൻറ്റിമീറ്റർ എത്ര സെൻറ്റിമീറ്ററാണ്, എത്ര മീറ്റർ എന്നൊക്കെ പറയുന്നത് കൺവേർഷൻ. സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യും. ഇവിടെ മാത്രമല്ല, ഇനി നമുക്ക് എപ്പോൾ ഫിസിക്സിൽ എന്ത് പ്രോബ്ലംസ് ചെയ്യുകയാണെങ്കിലും നമ്മളതിനെല്ലാം SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് സെൻറ്റിമീറ്റർ ആണെങ്കിലും ഇനി അതിൽ ഹയർ യൂണിറ്റ്സ് ആണെങ്കിലും എല്ലാത്തിനെയും മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആ കൺവേർഷൻ നമുക്ക് നോക്കാം. ഇപ്പോൾ 1 സെൻറ്റിമീറ്ററിന് എത്ര മീറ്റർ ആണെന്ന് നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് എളുപ്പമാണ്. നമുക്ക് അറിയാം സെൻറ്റി എന്താണ്. വാട്ട് ഈസ് സെൻറ്റി? സെൻറ്റി മീൻസ് 10 raised to minus 2. സോ 1 മീറ്ററിനെ 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 1 മീറ്റർ ആണെങ്കിൽ 10 raised to
1 centimeter equal to 10 raised to minus meter ആയി. ക്ലിയർ ആണല്ലോ? ദെൻ 10 raised to minus 2 എന്ന് പറഞ്ഞാൽ 1/100 മീറ്റർ ആണ്. അതായത് 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 1/100 മീറ്റർ. ഇനി നമുക്ക് തിരിച്ച് എത്ര സെൻറ്റിമീറ്റർ ആണ് ഒരു മീറ്റർ എന്ന് കാണണമെങ്കിൽ എന്ത് വേണം? ഇവിടെ 1 മീറ്റർ അല്ലേ, ഈ 100 ഇങ്ങോട്ട് കൊണ്ടുവന്ന ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആയില്ലേ. സോ 100 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 1 മീറ്റർ. ക്ലിയർ ആണല്ലോ? ഒന്നുകൂടി ഞാൻ പോയതിലൂടെ നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇനി അപ്പോൾ ഒന്നുകൂടി നമുക്ക് 1 മില്ലിമീറ്ററിനെ കൂടി കൺവേർട്ട് ചെയ്ത് നോക്കാം. 1 മില്ലിമീറ്റർ എത്ര മീറ്ററാണ് എന്ന് നമുക്കറിയണം. സോ 1 മില്ലിമീറ്റർ, മില്ലിമീറ്ററിൻ്റെ മില്ലി മീൻസ് 10 raised to minus 3 മീറ്റർ ആണ്. സോ 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 10 raised to minus 3 മീറ്റർ ആണ്. 10 raised to minus 3 മീൻസ് 1/1000 മീറ്റർ. ദെൻ അപ്പോൾ എത്ര മില്ലിമീറ്ററാണ് ഒരു മീറ്റർ? 1000 ഇങ്ങോട്ട് കൊണ്ടുവരിക. 1000 മില്ലിമീറ്റർ ഈക്വൽ ടു 1 മീറ്റർ. ക്ലിയർ ആണല്ലോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഇനി നിങ്ങൾ മൈക്രോമീറ്ററും നാനോമീറ്ററും നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ സയൻസ് ഡയറിയിൽ അതിൻ്റെ വാല്യൂ എഴുതുക. ഓക്കെ, അപ്പോൾ യൂണിറ്റിൻ്റെ കൺവേർഷൻ ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒട്ടും വൈകണ്ട, എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ അതുമായിട്ടുള്ള ലിങ്ക് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടർന്നുള്ള ക്ലാസ്സും വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കും. ഇനി അപ്പോൾ നമ്മൾ കൺവേർഷൻ ക്ലിയറായി, റൈറ്റ്. ഇനി നമുക്ക് ലാർജർ യൂണിറ്റും ഇതുപോലെ കൺവേർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ 2 എക്സാമ്പിൾ കാണിച്ചു, ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിലിടുക. ഇനി ലാർജർ യൂണിറ്റിൽ നമ്മൾ എപ്പോഴും ഓഫൻലി വി യൂസ് വാട്ട് ഈസ് ദ കിലോമീറ്റർ, റൈറ്റ്. ഓക്കെ, 1 kilometer means it is equal to 1000 meter. Kilo we know. What is kilo? That is 10 raised to 3. That is 1000. So 1 kilometer is equal to 1000 meter. Oftenly we use this kilometer, to say the distance from your home to school, such etc. Right. The next one, light year. What is light year? It is the distance travelled by light through vacuum in 1 year. It is the distance travelled by light in 1 year. Okay. The speed of light in 1 second, what is that? That is almost, yes, 3 into 10 raised to 8 meter per second. That is 3 lakh kilometer per second. So you just calculate the light year, then you will get the answer. 1 light year must be equal to 9.46 into 10 raised to 15 meter. I forget write the meter. Okay, you should add that. 9.46 into 10 raised to 15 meter. Don't forget unit. Okay, sorry. Then next one, astronomical unit. It is a unit of length. It is also a unit of length and the larger unit, and roughly the distance from Earth to Sun. Astronomical unit clarify the distance from Earth to Sun. Okay, and it is equal to 1.49 into 10 raised to 11 meter. Then next one, parsecond. It is the unit of length used to measure the large distance of astronomical objects outside the solar system. Okay, then different celestial objects we can measure through astronomical unit. In your textbooks there is some questions related to this. Okay, try to do this and put it in the comment box. Okay, thank you. Don't forget to repeat. Okay, you just see the all videos repeatedly. Okay, തുറന്ന് റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ട് നിങ്ങൾ തറോ ആക്കുക. ഓക്കെ, താങ്ക് യു. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു വെരി മച്ച്.